തുടങ്ങി വെച്ചു. സഹാബാക്കൾ മുഴുവനും വിശ്വസിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ ഭാര്യ വ്യഭിചരിച്ചു. അള്ളാന്റെ റസൂൽ കേട്ട് കേട്ട് മടുത്തു. പല സ്ഥലങ്ങളിലും സഹാബത്ത് ഒളിഞ്ഞിരുന്ന് പറയുകയാ. അള്ളാന്റെ റസൂൽ ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ, നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ. ഭർത്താവ് ഭാര്യ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അള്ളാന്റെ റസൂല് പോലും വിശ്വസിച്ചു പോയി. ആയിഷ ബീവി തെറ്റ് ചെയ്തെന്ന് ലോകത്തിന്റെ നേതാവ് പോലും വിശ്വസിക്കുകയാ. ഒരു നാട് മുഴുവനും എതിരായിരിക്കുകയാണ്. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ആയിഷ എന്ന പൊന്നുപോലെ വീട്ടിന്റെ വെളിയിലിറങ്ങുമ്പോ വാപ്പ നടന്നു വരികയാ. തന്റെ സ്വന്തം ഉപ്പയായ അബൂബക്കർ തങ്ങൾ കിടന്നു വരികയാ. ആയിഷ ബീവി ഓടിച്ചെന്നിട്ട് പറയുന്നു, ഇവരൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാവുക. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വാപ്പയുടെ മുന്നിന് പൊന്നുപോലെ കരന്നുകൊണ്ട് പറയുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവിയോട് സ്വന്തം ഉപ്പ പറയുന്നു, ആയിഷ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. വാപ്പയും കൈയൊഴിയുകയാ. അതാ തന്റെ പെരുമാന്റെ മുന്നിലേക്ക് ഓടി ചെല്ലുകയാണ്. ആര് കൈയൊഴിഞ്ഞാലും ഉമ്മ കൈയൊഴിയൂലല്ലോ. ആയിഷ റളിയല്ലാഹു തആല ഓടി ചെന്ന് തന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ട്, ഉമ്മച്ചി, ഇവര് പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് പറയുന്നു. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയോട് സ്വന്തം ഉമ്മ 9.5 മാസക്കാലം വയറ്റിലെ ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മ തന്റെ പൊന്നുമകളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കില്ല ആയിഷ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു നാട് മുഴുവനും കൈയൊഴിഞ്ഞിരിക്കുകയാ. വാപ്പയില്ല, ഉമ്മയില്ല, ഭർത്താവില്ല, കൂട്ടുകാരില്ല, നാട്ടുകാരില്ല. എല്ലാവരും കളിയാക്കുന്ന സമയത്ത് ആയിഷ എന്ന പെണ്ണ് തകർന്നില്ല. ആയിഷ എന്ന പെണ്ണ് തകർന്നില്ല. വീടിനകത്ത് കയറിയെത്തിയിരിക്കുകയാണ്. 14 ദിവസത്തോളം വീടിനകത്തിരുന്ന് കരയുകയാ. 14 ദിവസത്തോളം വീടിനകത്തിരുന്ന് കരയുകയാണ്. ഒരു ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരികയാ. വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ട ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോട് ആയിഷ ബീവി നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആയിഷാനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വീടിന്റെ വാതിൽ തുറന്നിട്ട് ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ ഓടിച്ചെന്ന് കിടക്കി പിടിച്ചിട്ട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹ് പറഞ്ഞോ നബിയേ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹ് പറഞ്ഞോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ, എനിക്ക് വേണ്ടി ഖുർആനിൽ ആയത്ത് ഇറങ്ങിയോ നബിയേ? എനിക്ക് വേണ്ടി ഖുർആനിൽ ആയത്ത് ഇറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, നീ തെറ്റുകാരിയല്ലെന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് ജിബ്രീൽ വന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, ഇത്ര ഉറപ്പെന്തേ ആയിഷ? ജിബ്രീൽ 7 ആകാശം കടന്ന് ഖുർആനിന്റെ ആയത്തുമായി ഭൂമിയിലേക്ക് വരുമെന്ന് നിനക്കെന്തേ ഇത്ര ഉറപ്പെന്തേ ആയിഷ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവിടെ പറയുന്നു, യാ റസൂലല്ലാഹ്, 14 ദിവസം ഈ വീടിനകത്ത് എന്റെ ഉമ്മയും എന്റെ കൂടപ്പുറപ്പും എന്റെ ഭർത്താവും എന്റെ നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൈയൊഴിഞ്ഞിരുന്ന സമയത്ത് ഈ വീടിനകത്തിരുന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാനബിയേ, ഒരേ ഒരു ദിക്റാനബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, ഏത് ദിക്റാ ആയിഷ? ഏത് ദിക്റാ ആയിഷ? ജിബ്രീലിനെ വിളിച്ചിറക്കിയ ദിക്റേതാ ആയിഷ? അല്ലാഹുവിന്റെ ഖുർആനിൽ നീ നിരപരാധിയാണെന്ന് പറയാൻ ആയത്തിറങ്ങാൻ കാരണമായ ദിക്റേതാ ആയിഷ? എന്റെ ചെറുപ്പക്കാരാ, ആര് കളിയാക്കിയാലും ആര് പരിഹസിച്ചാലും ആര് നിന്നെ അടിയോടിച്ചാലും പൊന്നുമോനെ തകരല്ലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്ന് കേൾക്കേണ്ടി വന്നാൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ ഘോഷിക്കപ്പെടുമ്പോ പൊന്നുമോനെ ആയിഷ ബീവി പറഞ്ഞ ദിക്ർ പറഞ്ഞു തരാ. ഏത് ദിക്റാ പറഞ്ഞു തന്നിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോൾ
അവിടെ പറയുന്നു യാ റസൂലല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആയിഷ റളിയല്ലാഹു തആല 14 ദിവസം തന്റെ വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് എന്റെ വാപ്പ എന്നെ കൈയൊഴിഞ്ഞാൽ, എന്റെ ഉമ്മ എന്നെ കൈയൊഴിഞ്ഞാൽ, എന്റെ ഭർത്താവ് എന്നെ കൈയൊഴിഞ്ഞാൽ നീ എന്നെ കൈയൊഴിയല്ല അല്ലാഹ്. ആരെന്നെ കളിയാക്കിയാൽ നീ എന്നെ കളിയാക്കല്ല അല്ലാഹ്. ആര് പരിഹസിച്ചാൽ നീ എന്നെ പരിഹസിക്കല്ല അല്ലാഹ്. ഞാൻ ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാറേ, എന്നെ ഒന്ന് രക്ഷിക്കണേ അല്ലാഹ്. 14 ദിവസം തന്റെ വീടിനകത്തിരുന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത് കേൾക്കുക, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ ദിവസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? തഹജ്ജുദ് നിസ്കരിച്ച പൊന്നുപോലെ അവിടെ ഇരുന്നുകൊണ്ട് ഈ ദിക്ർ നീ പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹ്